ഒരു തീരാനുണരുന്നു അറിയാതെ എന്നരികെ മിഴിനീരിൻ പൂതിരുന്നു പറയാതെ എന്നരികെ പതിനാറ് കഴിഞ്ഞാൽ ഈ അസ്ഥി ഏതെങ്കിലും പുണ്യനദിയിൽ കൊണ്ടുപോയി ഒഴുക്കാം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരികെ പോകുന്നു എന്നാണ് സങ്കല്പം. തൽക്കാലം അസ്ഥി ഒഴുക്കുന്നില്ല. എന്റെ അനിയത്തിയ ഈ മൺകുടത്തില്. അവളുടെ മരണത്തിന് കാരണക്കാരനായവനെ കണ്ടുപിടിക്കാതെ അസ്ഥി നിമഞ്ജനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാണോ അവനെ കണ്ടെത്തി ശിക്ഷിക്കുന്നത് അന്ന് വരെ ഈ അസ്ഥി ഇവിടെ തന്നെ ഇരിക്കും. എന്ത് മണ്ടത്തിലാണ് നിങ്ങൾ പറയുന്നത്? പ്രതിയെ പിടിക്കുന്ന പോലീസല്ലേ? അന്വേഷണം അസ്ഥി തമ്മിൽ എന്ത് ബന്ധം? അസ്ഥി ഒഴുക്കുന്നതാണ് നല്ലത്. അത് ശരിയാ. ഏത് ശരി? ദേവികമ്മൾ പറഞ്ഞ തന്നെ എൻ്റെ അഭിപ്രായം. എൻ്റെ മോടെ മരണത്തിന് ഉത്തരവാദിയായവനെ കണ്ടെത്താതെ അസ്ഥി ഒഴുക്കുന്ന പ്രശ്നമില്ല. അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടല്ലോ അച്ഛാ. അതുകൊണ്ട് എന്താ അസ്ഥി ഈ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലേ? ഈ കലശം ഇവിടെ സൂക്ഷിക്കുന്നതില് ശരത്തിനെന്തോ പേടിയുള്ളതുപോലെ തോന്നുന്നല്ലോ. എനിക്ക് പേടിയോ? എന്തിന്? കാരണം ശരത്തിനല്ലേ അറിയൂ. ഇവിടെ നിൽക്കുന്ന ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ശരത്ത് മാത്രം അസ്വസ്ഥനാ. അതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ശരത്ത് മനസ്സിലാക്കിക്കോ, നിത്യ ഈ അവസ്ഥയിൽ എത്തിച്ചവൻ ആര് തന്നെ ആയാലും അവനെ വേട്ടയാടി പിടിച്ച് ഇതുപോലൊരു കുടത്തിലാക്കാതെ ഞാൻ വിശ്രമിക്കില്ല. ഈ ചിതാഭസ്മക്കൂടാണ് സത്യം. അവന് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അതിന് ഈ കുട ഇവിടെ സൂക്ഷിക്കണോ? സൂക്ഷിക്കണം. എങ്കിലേ വാശിയുണ്ടാവും, വീറുണ്ടാവും. അതെ, എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ എങ്ങനെയാ? എതിർപ്പ് അവന് മാത്രമല്ല എനിക്കുണ്ട്. ഈ ചിതാഭസ്മം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിന്നേക്കാളും കൂടുതൽ എനിക്കാണെന്ന് അറിയാലോ. ഞാൻ നിത്യയുടെ അമ്മയാ. നിത്യമോള് മരിച്ചോടെ ആ അവകാശമൊക്കെ തീർന്ന പാർവതി. ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാ. ചിതാഭസ്മം ഇവിടെ തന്നെ സൂക്ഷിക്കും. അത് ആർക്കിഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. മോളെ, ദക്ഷിണ കൊടുത്തിട്ട് ചടങ്ങ് പൂർത്തിയാക്കാം.
കണ്ണീരിന്റെ ഫലം നീയും ഈ കുടുംബവും അനുഭവിക്കുന്നേ. വെറുതെ ഒന്നും അല്ലടി നിത്യ മരിച്ചത്. ഞാൻ അനുഭവിച്ച സങ്കടം ഉണ്ടല്ലോ, അത് കണ്ട് സഹിക്കാൻ വയ്യാതായപ്പോ ദൈവം ശിക്ഷിച്ചതാ നിന്നെ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. നീ ആരടി എന്നെ മാന്യത പഠിപ്പിക്കാൻ? വിരുന്ന് പാർക്കാൻ വന്നവള് ആ നിലയ്ക്ക് നിന്നാ മതി, വീട്ടുകാരിയാവാൻ നോക്കണ്ട. കഴിഞ്ഞവർത്തി കർണക്കുറ്റി നോക്കി ഒരെണ്ണം തരണമെന്നുണ്ട്. തൽക്കാലം ഞാനത് പിന്നത്തേക്ക് മാറ്റിവെക്കുക. അവനവന്റെ കർമ്മദോഷം കൊണ്ടാ ഓരോരുത്തർ ഓരോന്ന് അനുഭവിക്കുന്നത്. നീ കണ്ണീര് കുടിച്ചെങ്കിൽ ആ നിന്റെ കയ്യിലിരിപ്പിന്റെ ഫലം. അതിന് എന്നെ ശപിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ സങ്കടപ്പെടാൻ വേണ്ടിയാ നിത്യം മരിച്ചു എന്നുള്ള വാദം, അത് നിന്റെ വിവരക്കേടുകൊണ്ട് തോന്നുന്നതാ, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട്, അതോ അല്ലെങ്കിൽ അസൂയ കൊണ്ട്. നിത്യം മരിച്ചാൽ നീ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടകാലം കഴിഞ്ഞിട്ടില്ലെന്ന് വേണം കണക്കാക്കാൻ. ഇത്രയും കാലം അനുഭവിച്ചൊന്നല്ല ഇനി നീ അനുഭവിക്കാൻ പോകുന്നത്. നീ ഇതുവരെ കുടിച്ചു എന്ന് പറഞ്ഞ കണ്ണീരൊന്നും പോര ചന്ദ്ര.